യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ തനിക്കും മേലെയാണ് താൻ എന്ന മനോഭാവമാണ് പോലീസിന്. പോലീസിൻ്റെ മോശം പെരുമാറ്റം പലതവണ ചർച്ചയായതാണ്. പലതവണ കോടതി തന്നെ ചെവിക്ക് പിടിച്ചു. പലവട്ടം കുഴലിട്ടെങ്കിലും ആ വാൽ നിവരാതെ നിൽക്കുകയാണ്. ഒരുപാട് കാലമൊന്നും പോകേണ്ട. 2021 മാത്രം 2 തവണയാണ് ഹൈക്കോടതി പോലീസിനെ വിമർശിച്ചത്. 2021 സെപ്റ്റംബർ 3 എടായിടി വിളികൾ വേണ്ടെന്ന് പോലീസിനോട് ഹൈക്കോടതി. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുവെന്ന് പറഞ്ഞ് തന്നെയും മകളെയും ചേർപ്പസൈ അപമാനിച്ചെന്ന വ്യാപാരി അനിൽകുമാറിന്റെ പരാതിയിലായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. പെരുമാറ്റം മെച്ചപ്പെടുത്തണമെന്നും കോടതി പറഞ്ഞു. കോടതി വിമർശനം വന്ന് 5-ാം ദിവസം അന്നത്തെ പോലീസ് മേധാവി അനിൽകാന്ത് തിട്ടൂരമിറക്കി. എടായടി വിളി ഇനി ഒരു പോലീസുകാരന്റെ നാവിൽ നിന്ന് വീഴരുതെന്നായിരുന്നു ആ സർക്കുലർ. പക്ഷേ ആരു കേൾക്കാൻ? പിറ്റേ മാസം വീണ്ടും ഹൈക്കോടതിക്ക് പോലീസിന്റെ വാക്ശുദ്ധിയിൽ ഇടപെടേണ്ടി വന്നു. 2021 ഒക്ടോബർ 4 പോലീസ് ജനങ്ങളോട് മാന്യമായി പെരുമാറണം. മുന്നിലെത്തുന്നവരെല്ലാം പ്രതികളല്ലെന്ന് ഹൈക്കോടതിയുടെ രൂക്ഷമായ ഓർമ്മപ്പെടുത്തൽ. തെറ്റു ചെയ്യുന്നവർക്കെതിരെ മാത്രമാകണം നടപടി. വീണ്ടും പോലീസ് ആസ്ഥാനത്ത് നിന്ന് തിട്ടൂരമിറങ്ങി. പക്ഷേ എന്ത് കാര്യം? ഏറ്റവും ഒടുവിൽ പാലക്കാട് ആലത്തൂർ SI ആണ് വില്ലൻ വേഷം കെട്ടിയത്. അഭിഭാഷകനെ SI നിർത്തിപ്പൊരിക്കുന്ന വീഡിയോ കേരളം കണ്ടു, കോടതിയും കണ്ടു. നേരത്തെ പലതവണ പോലീസിനെ വിമർശിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്നെ ഇത്തവണയും ഇടപെട്ടു. അതും ഇക്കഴിഞ്ഞ മാസം. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരിയെന്ന് പൊതുസേവകരെ വീണ്ടും കോടതിക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വന്നു. വീണ്ടും സർക്കുലർ ഇറക്കാൻ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. പക്ഷേ അതുകൊണ്ടും കാര്യമുണ്ടോ? ഡോക്ടർ, ഈ പോലീസുകാർക്ക് എടാപോടാ വിളിക്കാതെ ജനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ലേ? പോലീസിനെ സംബന്ധിച്ചിടത്തോളം പരിശീലന കാലത്ത് പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പോലീസുകാർക്ക് വരെ എനിക്ക് തോന്നുന്നു ചിലർക്കെങ്കിലും അവരുടെ ഈ ട്രെയിനിങ് കാലം ഓർമ്മ വന്ന് അവർക്ക് ചിലപ്പോൾ ഒരു ദുരന്താനന്തര തീവ്ര മാനസിക പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറൊക്കെ അടിക്കുന്നുണ്ട്. ആ വിളിച്ച തെറി മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാവും. ഇവിടെയാണ് ആദ്യത്തെ പ്രശ്നം. നിങ്ങളെ പഠിപ്പിക്കുന്ന രീതി ഇങ്ങനെയാണ്. ഒരു ഫോഴ്സിനെ ട്രെയിൻ ചെയ്യേണ്ടത് ശാസ്ത്രീയമായി ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണോ എന്നുള്ളതാണ് നാം ചർച്ച തുടങ്ങേണ്ടത്. ഒരു സാധാരണ മനുഷ്യനെ ഇങ്ങനെ ഒരു അബ്യൂസീവ് ലാംഗ്വേജ് ഉപയോഗിച്ച് പോലീസ് അഭിസംബോധന ചെയ്താൽ പിന്നെ അയാളുടെ ഒരു ഇമ്പാക്റ്റ്, അയാൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും? പോലീസിനോടുള്ള സമീപനം എന്തായിരിക്കും? പ്രിയപ്പെട്ട പോലീസുകാരാ, നിങ്ങൾ എന്താടാ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് ഞങ്ങൾ തന്നോട് എന്താടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നെങ്കിൽ സ്വന്തം ഭാര്യയുടെയും സ്വന്തം കുഞ്ഞിൻ്റെയും മുന്നിൽ വെച്ചാണ് താങ്കളോട് ഞങ്ങൾ എന്താടാ എന്ന് ചോദിക്കുമ്പോൾ താങ്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ബഹുമാനപ്പെട്ട സാർ, എല്ലാവരോടും സൗമ്യമായി സംസാരിച്ചാൽ, ബഹുമാനത്തോടെ സംസാരിച്ചാൽ ക്രമസമാധാന പാലനം നടക്കില്ല എന്നാണ്. അത് ശരിയാണോ? തിരിച്ചങ്ങോട്ടൊന്ന് ചോദിക്കട്ടെ, എല്ലാവരോടും ഇത്തരത്തിൽ സംസാരിച്ചാൽ ക്രമസമാധാന പാലനം നടക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എല്ലാവരെയും മുന്നിൽ കണ്ട് എടോ പോടാ എന്ന് വിളിച്ചിട്ട് ബഹുമാനം കിട്ടുന്നുവെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ സർ, താങ്കൾക്ക് തെറ്റിയിരിക്കുന്നു. 70കളിൽ മേധാവിയായിരുന്ന M. ശിങ്കാരവേലൻ മുതൽ ഇങ്ങോട്ട് പല DGPമാരും പോലീസിന്റെ സ്വഭാവം മെച്ചപ്പെടുത്താൻ പല പരിഷ്കാരങ്ങളും വരുത്തിയിരുന്നു. ഭാഷാപ്രയോഗത്തിലും പെരുമാറ്റത്തിലും ഇനിയെങ്കിലും ശുദ്ധി വരുത്തിയില്ലെങ്കിൽ കാലത്തിന് ചേരാത്ത കുപ്പായമായി മാറും പോലീസ് എന്ന് ഓർക്കണം. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.